സേവനങ്ങളുടെ നിലവാരം കുത്തനെ താഴേക്കും യാത്രകളുടെ വില നിലവാരം കുത്തനെ മേലോട്ടും. എയർ ഇന്ത്യ വിമാന സർവീസുകളെക്കുറിച്ച് ഇടയ്ക്കിടെ ടേക്ക് ഓഫ് ചെയ്യാറുള്ള ഇത്തരം ആക്ഷേപങ്ങളിൽ തീരെ പുതുമയില്ല. താരതമ്യേന കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാമെന്ന മോഹന വാഗ്ദാനവുമായി പറക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ടിക്കറ്റ് നിരക്ക് കുറവല്ലേ, ഇത്രയൊക്കെ ദാക്ഷിണ്യം പ്രതീക്ഷിച്ചാൽ മതി എന്നൊരു മട്ടാണ് പൊതുവെ. ഇപ്പോഴിതാ കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖല ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളുടെ എണ്ണം വെട്ടിക്കുറച്ചും ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഹരിയാനയിലെ ഗുരുഗ്രാമിലേക്ക് മാറ്റിയും എയർ ഇന്ത്യ എക്സ്പ്രസ് അതിന്റെ സേവന ഭൂപടത്തിൽ നിന്ന് കേരളത്തെ മായ്ച്ചു കളയാൻ കളമൊരുക്കുന്നു. ദുബായ്, അബുദാബി, മസ്കറ്റ്, കുവൈറ്റ്, ഷാർജ, റിയാദ്, ജിദ്ദ തുടങ്ങി മലയാളികൾ അധികമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് ആഴ്ചയിൽ പരമാവധി 7 വരെ സർവീസുകൾ ഉണ്ടായിരുന്നിടത്ത് അവ പകുതിയിലേറെ അതിലും കുറവോ ആക്കി വെട്ടാനാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തീരുമാനം. ഇവയിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ദുബായ്, അബുദാബി സർവീസുകൾ, കോഴിക്കോട്ട് നിന്നുള്ള കുവൈറ്റ് സർവീസ്, കണ്ണൂരിൽ നിന്നുള്ള ബഹ്റൈൻ, ജിദ്ദ, കുവൈറ്റ് സർവീസുകൾ എന്നിവ പൂർണ്ണമായും നിർത്തുകയാണ്. കോഴിക്കോട്ട് നിന്ന് ദമാമിലേക്കും മസ്കറ്റിലേക്കും ഉണ്ടായിരുന്ന 7 വീതം സർവീസുകൾ ആഴ്ചയിൽ 3 ആക്കി ചുരുക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ നിർത്തലാക്കാനോ വെട്ടിച്ചുരുക്കാനോ കാത്തിരുന്നതുപോലെ സ്വകാര്യ വിമാന കമ്പനികൾ ഇപ്പോഴിതാ യാത്രാ നിരക്കിൽ വൻ വർധനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശൈത്യകാല ഷെഡ്യൂളിൽ ഒക്ടോബർ അവസാനം മുതൽ മാർച്ച് വരെ വിമാനങ്ങൾ റദ്ദാക്കുക എന്നതാണ് എയർലൈനിന്റെ നീക്കം. പക്ഷേ ഈ നീക്കം താഴ്ന്ന വരുമാനക്കാരെയും ഇടത്തരം വരുമാനമുള്ള കുടുംബാംഗങ്ങളെയും വിദ്യാർത്ഥികളെയും ദുരിതത്തിലാക്കുകയാണ്. ഗൾഫിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവാസി തൊഴിലാളികൾ എത്തുന്നത് കേരളത്തിൽ നിന്നാണ്. കുറഞ്ഞ നിരക്കിലുള്ള വിമാന കമ്പനി എന്ന നിലയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് പല പ്രവാസികൾക്കും ചില സമയങ്ങളിൽ ആശ്വാസമാകാറുള്ളത്. അതിനാൽ ഇത്തരം റദ്ദാക്കലുകൾ പ്രവാസികൾക്ക് അധിക ഭാരമുണ്ടാക്കും. വിദേശ മലയാളികളോട് മാത്രമാണ് ക്രൂരത എന്ന് ചിന്തിക്കേണ്ട. ആഭ്യന്തര സർവീസുകളിലുമുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കടുംവെട്ട്. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പ്രതിദിനം 2 സർവീസുകളാണ് ഉണ്ടായിരുന്നത്. അത് രണ്ടും ഒറ്റയടിക്ക് നിർത്തലാക്കി. അതോടെ ചൈനയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിന്റെ യാത്രാ നിരക്കുകൾ അവർ ഉയർത്തുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നുള്ള ദുബായ് സർവീസ് നിർത്തുന്നതോടെ പ്രവാസികൾക്ക് കൂടിയ നിരക്കുള്ള എമിറേറ്റ് വിമാനങ്ങളെ കീശ നോക്കാതെ ആശ്രയിക്കേണ്ടി വരും. കോഴിക്കോട്ട് നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള കുവൈറ്റ് വിമാനങ്ങൾ ഇല്ലാതാകുന്നതോടെ മലബാർ മേഖലയിൽ നിന്നുള്ള യാത്രക്കാർക്ക് കൂട്ടത്തോടെ മംഗളൂരുവിലേക്ക് വണ്ടി പിടിക്കേണ്ടി വരും. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രത്യേകിച്ച് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് വലിയ കാരണങ്ങളൊന്നുമില്ല. കേരളത്തിൽ നിന്ന് നിലവിൽ ലാഭകരമായി നടക്കുന്ന സർവീസുകൾ വെട്ടിക്കുറച്ച പരമാവധി വിമാനങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് കൊണ്ടുപോയി അമിത നിരക്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണിതെന്നാണ് കേൾവി. റിപ്പോർട്ടുകളെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യോമയാന മന്ത്രാലയത്തെ എതിർപ്പറിയിക്കുകയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മന്ത്രാലയത്തിന് കത്തയക്കുകയും ശശി തരൂർ MP എയർ ഇന്ത്യ ചെയർമാനെ വിളിച്ച് ആശങ്ക അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കത്തും വിളിയും കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. മലയാളികളുടെ തലക്കടിക്കുന്ന തീരുമാനത്തിനെതിരെ ഡൽഹിയിലേക്ക് പ്രത്യേക നിവേദക സംഘത്തെ അയക്കുകയും നടപടി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും വേണം. കൊള്ളയ്ക്ക് നിന്നുകൊടുത്താൽ എക്കാലവും അത് സഹിക്കാനാവും വിധി എന്നതും ഓർക്കേണ്ടതുണ്ട്.